ഇന്ന് ചിന്തിക്കുക ആരാധനയെ കുറിച്ചാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചത് സ്തുതിപ്പിനെ കുറിച്ചായിരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് ചിന്തിച്ച് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് പ്രാർത്ഥനയെ കുറിച്ച്. എന്താണ് പ്രാർത്ഥന, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, സ്തുതിപ്പിന്റെ ജീവിതം എങ്ങനെ അല്ലേ, ഇതിനെ കുറിച്ചായിരുന്നു. അതിനു മുമ്പ് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച്, അല്ലെങ്കിൽ സ്ഥലത്തെ കുറിച്ച്, സ്വർഗത്തെ നരകത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ആരാധനയെ കുറിച്ചാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുക. എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? നമ്മൾ കാണുന്നുണ്ട്. ഫറവോയുടെ അടിമത്തത്തിലായിരുന്ന തന്റെ സ്വന്തം ജനത്തെ വിടിവിക്കാനായിട്ട് മോശയെ അയക്കുകയാണ് ഫറവോയുടെ കൊട്ടാരത്തിലേക്ക്. ഫറവോ വിടിവിക്കുന്നുണ്ടോ? ഫറവോ വിടിവിക്കുന്നുണ്ടോ? ഇല്ല. ഫറവോ ജനത്തെ വിടുന്നില്ല. അപ്പോ അവസാനം തമ്പുരാൻ എങ്ങനെയാ വിടിവിക്കുന്നത്? 10 മഹാമാരികൾ അയച്ചുകൊണ്ടാണ് തന്റെ ജനത്തെ വിടിവിക്കുന്നത്. അപ്പോ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഫറവോയുടെ അടുക്കൽ പോയി പറയണം. എന്താ പറയേണ്ടത്? പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് കാണുന്നുണ്ട് അല്ലേ? ഫറവോയുടെ അടുക്കൽ പോയി നീ എന്താ പറയേണ്ടത്? 3 ദിവസത്തെ വഴി പിന്നിട്ട് മരുഭൂമിയില് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കേണ്ടതിന് ഈ ജനത്തെ വിട്ടയക്കുക. ഫറവോ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു അല്ലേ? ഞാൻ എന്തിനു വിട്ടയക്കണം? എന്തൊരു ദൈവം, യഹോവയായ ദൈവം, അത് നിങ്ങളുടെ കാര്യം. ഫറവോ തന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു. അവസാനം 10 മഹാമാരികളിലൂടെ ഈജിപ്തിനെ കർത്താവ് പ്രഹരിക്കുന്നു അല്ലേ? അവസാനത്തെ മഹാമാരി കടന്ന കയ്യായി പോയി അല്ലേ? എന്തായിരുന്നത്? ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ജാതന്മാരെ സർവത്തിനെയും സംഹരിച്ചുകൊണ്ട് സംഹാരദൂതന്റെ ഒരു താണ്ഡവ നൃത്തമായിരുന്നു ഈജിപ്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. അവിടെ ഫറവോ അടിയറ പറഞ്ഞു അല്ലേ? ഫറവോ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിന്റെ ജനത്തെ കൊണ്ടുപോകുക. എന്തിന്? ആരാധിക്കാൻ. ഹെബ്രായരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കേണ്ടതിന് നീ കൊണ്ടുപോയി കൊള്ളുക. ജനത്തെ വിട്ടു. അപ്പോ ആരാധിക്കാൻ വേണ്ടി, ആരാധനയ്ക്കായി തന്റെ ജനത്തെ ഒരുക്കുന്നതിന് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകും. തമ്പുരാൻ ഏതറ്റം വരെയും പോകും. ചോദ്യം ഇതാണ്, ഞാനും നിങ്ങളും ആരാധിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും? കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കർത്താവ് ഏതറ്റം വരെ പോകും? തന്റെ ജനം തന്നെ ആരാധിക്കാൻ വേണ്ടി. അതാ നമ്മളിവിടെ കണ്ടത്. നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും? ഏതറ്റം വരെ പോകും? ഏതറ്റം വരെ പോകും? ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി അല്ലേ? ആരാധനയ്ക്കാണ് എന്റെ ജീവിതത്തിൽ ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, മറ്റുള്ള എല്ലാറ്റിനേക്കാളും എന്റെ കർത്താവിന് എന്റെ ജീവിതത്തിൽ ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, ഞാൻ ഏതറ്റം വരെയും കഷ്ടപ്പാടിന്റെ പീഡനങ്ങളുടെ
തിരസ്കരണത്തിന്റെ, മാറ്റി നിർത്തപ്പെടുന്നതിന്റെ ഏതറ്റം വരെയും ഞാൻ പോവും. ഏതറ്റം വരെയും എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്റെ കർത്താവിനാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആരാധനയ്ക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിലെ മറ്റുള്ള സംഭവങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അവന്റെ ബിസിനസ്, അവന്റെ ജോലി, അവന്റെ മറ്റെല്ലാ കാര്യങ്ങളും രണ്ടാം സ്ഥാനത്തേക്ക് വരും. രണ്ടാം സ്ഥാനത്തേക്ക് വരും. ഒന്നാം സ്ഥാനത്ത് അവൻ തന്റെ കർത്താവിനെ പ്രതിഷ്ഠിക്കും, തന്റെ കർത്താവിനെ ആരാധിക്കും. അത് കഴിഞ്ഞിട്ടേ അവന്റെ ജീവിതത്തില് മറ്റെന്തും ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ആരാധിക്കാൻ മനസ്സോടെ കടന്നു വരുന്ന മക്കള് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിനെ ആരാധിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ 3 കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ആരാധന എന്ന് സഭ പഠിപ്പിക്കുന്നത്? സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനം CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCCയില് എന്താണ് ആരാധനയെ കുറിച്ച് പറയുന്നത്? 26, 26 പറയുന്നത് സ്തുതിപ്പിനെ കുറിച്ചാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അതിന്റെ താഴെ 2628 ആരാധനയെ കുറിച്ച് പഠിപ്പിക്കുകയാണ് തിരുസഭ. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപിൽ, നമ്മൾ സൃഷ്ടിയാണ് അല്ലെ, ദൈവം സൃഷ്ടാവാണ്. ആ സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപിൽ സൃഷ്ടികളായ നമ്മൾ ആദ്യം തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം അതിതാണ്: സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപിൽ താൻ ഒരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യന്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സൃഷ്ടാവിന്റെ മുമ്പിൽ സൃഷ്ടികളായിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പണ മനോഭാവത്തോടെ അവൻ സൃഷ്ടാവാണെന്ന് അംഗീകരിക്കുന്ന, സമ്മതിച്ചു കൊടുക്കുന്ന, സമർപ്പിച്ചു കൊടുക്കുന്ന, എളിമപ്പെട്ടു നിൽക്കുന്ന ഒരു മനോഭാവമാണ് എന്ത്? ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നാമത് സഭ പഠിപ്പിക്കുന്നത് ആരാധനയെ കുറിച്ച് അതാണ്. ആ സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. സൃഷ്ടാവ് നൽകാത്തതൊന്നും സൃഷ്ടികളായ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എല്ലാം അവൻ നൽകിയതാണ്. അവൻ നൽകിയതിൽ നിന്നാണ് നമ്മള് ഉണ്ടാക്കിയെടുത്തത്. സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് എത്ര മനസ്സിലായി? ഇനി എങ്ങനെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണം കർത്താവിനെ? ആരാധനയ്ക്ക് 3 അവസ്ഥകളുണ്ട്. 3 അവസ്ഥകൾ. ഒന്നാമത്തെ അവസ്ഥ, നമ്മൾ ആരാധിക്കാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോ അനുതാപ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കണം. അനുതാപമുള്ള
ഹൃദയം, അനുദപിക്കുന്ന ഹൃദയം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എളിമയുള്ള ഹൃദയം, അഹങ്കരിക്കാത്ത മനോഭാവം. അങ്ങനെ ഒരു മനോഭാവത്തോടെ കർത്താവിനെ ആരാധിക്കണം. എങ്ങനെയുള്ളവരുടെ ആരാധനയാണ് കർത്താവിന് സ്വീകാര്യമായിരിക്കുന്നത്? വചനത്തിൽ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 9:31. യോഹന്നാൻ 9:31. യോഹന്നാൻ 9:31 വായിച്ചേ. ദൈവം എന്തൊരു വിരോധാഭാസമാണ്! ശ്രദ്ധിച്ച്, പാപികളെ തേടി വന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ പറയുകയാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ, നീ പാപിയാണെങ്കിലും അനുതാപ ഹൃദയത്തോടെ നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപിയെ ചുങ്കക്കാരൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ഈശോ പറയുകയാണ്, ആരുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന് സ്വീകാര്യമായത്? ആരുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന് സ്വീകാര്യമായത്? ആരുടെ പ്രാർത്ഥനയാ? ആരുടെ പ്രാർത്ഥനയാ? ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണോ? അതെ, പാപിയുടെ പ്രാർത്ഥനയാ. ചുങ്കക്കാരന്റെ ഒരാളോട് എന്ന് പറയുന്നത് പാപിയുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന് സ്വീകാര്യം. കാരണം എന്താ? ദേവാലയത്തിലേക്ക് കടക്കുവാൻ പോലും ധൈര്യപ്പെടാതെ, മാറത്തടിച്ച് ശങ്കത്തടിച്ച് അനുതാപ ഹൃദയത്തോടെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് തലയൊന്നുയർത്തുവാൻ പോലും കഴിയാതെ ഭാവിയായ മനുഷ്യൻ ചങ്കത്തടിച്ചുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ ഭാവിയാണ്, ഞാൻ ഭാവിയാണ്. അനുതാപമുള്ള ഹൃദയത്തിൽ നിന്നാണ് ഞാനൊരു ഭാവിയാണെന്നുള്ള സമർപ്പണം വരികയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആരാധനയുടെ ഒന്നാമത്തെ തലം എന്താണ്? നിങ്ങളോട് ചോദിക്കും പ്രധാന ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തെ തലം അനുതാപത്തോടെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ തലം ആരാധിക്കുമ്പോൾ നമുക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മൾ ആരെ ആരാധിക്കുന്നത്? പരമപരിശുദ്ധനായ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം. റോമാലേഖനം 12-ാം അധ്യായം എടുത്ത്. റോമാലേഖനം 12-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ആരാധിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി നിങ്ങൾ സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയില് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? ശരീരത്തിന്റെ വിശുദ്ധി. വിശുദ്ധി. ഇതാണ് ശ്രീ നമ്മളെ പഠിപ്പിക്കുന്നത്, ശരീരത്തിന്റെ വിശുദ്ധി. അപ്പൊ വിശുദ്ധിയോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കണം.
ആ ആരാധന സമൂഹത്തിലേക്കാണ് പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക, ഇറങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? കാരണം എന്താ? അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും. ആദ്യത്തെ മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് റോമ 12:1-2 പറയുന്നത്. അടുത്ത വചനം എന്താ? ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. എന്താണ് യഥാർത്ഥ ആരാധന? നിങ്ങളുടെ ശരീരങ്ങളെ ആദ്യം നമ്മൾ കണ്ടു, അനുതാപ ഹൃദയത്തോടെ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്, ഒരു കാഴ്ചയായി കൊടുക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി അതിന്റെ മൂന്നാമത്തെ തലം, ആരാധനയുടെ മൂന്നാമത്തെ തലം ശരീരത്തിന്റെ തലമാണ് നമ്മളിപ്പോ കണ്ടതല്ലേ. ഇനി ആത്മാവിന്റെ ഒരു തലമുണ്ട്. ആത്മാവിന്റെ തലം, നിങ്ങൾ ആരാധിക്കുമ്പോൾ യഥാർത്ഥ ആരാധകരെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ അനുതാപത്തോടെ കടന്നു വന്ന് ശരീരത്തെ വിശുദ്ധിയോടെ സമർപ്പിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ മൂന്നാമത്തെ തലമാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എവിടുത്തെ? യോഹന്നാൻ 4:24. യോഹന്നാൻ 4:24 യോഹന്നാൻ 4:24. ദൈവത്തെ ആരാധിക്കുന്നവർ, യഥാർത്ഥ ആരാധകർ എങ്ങനെ ആരാധിക്കേണ്ടത്? ആത്മാവിലും. ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആരോട് പറഞ്ഞതാ? ഇതാരോട് പറഞ്ഞതാ? സമരിയക്കാരി സ്ത്രീയോട്, ഒരു പാപിനിയായ സ്ത്രീയോട്, പാപത്തിന്റെ ബന്ധനത്തിൽ, ലോകബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മകളോട് കർത്താവ് പറയുകയാണ്. എന്താ? തുറന്ന് താഴേക്ക് വായിച്ചേ. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ, ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ആരാധിക്കേണ്ട വ്യക്തി നിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇതാ ആരാധന സ്വീകരിക്കേണ്ട വ്യക്തി, അർപ്പിക്കപ്പെടേണ്ട വ്യക്തി മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സ്ത്രീയെ, നീ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ആ മലയിലോ ഈ മലയിലോ അല്ല, അല്ലേ? നമുക്കറിയാം, ഒരു യഹൂദർക്ക് ആരാധിക്കുവാനായിട്ട് എവിടെ പോകണം? എവിടെ പോകേണ്ടിയിരുന്നേ? ജെറൂസലേം ദേവാലയത്തിലാണ് അവര് ബലിയർപ്പിക്കാനായിട്ട് പോകുക, ആരാധനയ്ക്കായിട്ട് അവര് പോകുക. യേശു പറയുകയാണ്, ഈ സ്ത്രീയോട് പറയുകയാണ്, ആ മലയിലും ഈ മലയിലും ആ സ്ഥലത്തും ഈ സ്ഥലത്തുമല്ല ആരാധിക്കേണ്ടത്. പിന്നെ എവിടെയാണ് ആരാധിക്കേണ്ടത്? എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും എന്റെ ജീവിതത്തിലോ എന്റെ ഹൃദയത്തിലോ കുടിയിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവന് യഥാർത്ഥമായ ആരാധനയിലേക്ക് ഉയരാൻ പറ്റത്തില്ല. ആരാധന അർപ്പിക്കുവാനായിട്ട് അവന് പറ്റത്തില്ല. സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ, അസത്യത്തിന്റെ മാർഗത്തിലൂടെ നടക്കുന്നവർ, സത്യം വിട്ട് നടക്കുന്നവർ, സത്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ
അവർക്കൊന്നും യഥാർത്ഥ ആരാധനയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിഭാഗങ്ങൾ പറയും, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവർ, സത്യദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാലേ രക്ഷയുള്ളൂ എന്ന് പറയും. ഈശോ പറയുകയാണ്, ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഒരു പ്രത്യേക ഇടത്തിൽ പോയി 5 നേരമോ 10 നേരമോ ഒരു പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കവിഴ്ന്ന് വീണ് കുമ്പിട്ട് ഇരുന്ന് മുട്ടുമടക്കി കർത്താവ് പറയുകയാണ്, ഒരു പ്രത്യേക സ്ഥലം ആരാധനയ്ക്കായിട്ട് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥമായ ആരാധനയുടെ മറ്റൊരു നിർവചനം എന്താ? ആരാധനയുടെ മറ്റൊരു നിർവചനം എന്താണ്? യഥാർത്ഥമായ ആരാധന സത്യത്തില് പരിശുദ്ധ ബലി, അല്ലേ? ബലിയർപ്പണം, പരിശുദ്ധ ബലി ഏറ്റവും വലിയ ആരാധനയാണ്. എന്ത്? പരിശുദ്ധ കുർബാന, പരിശുദ്ധ ബലി ഏറ്റവും വലിയ ആരാധനയാണ്. അത് അർപ്പിക്കപ്പെടേണ്ടത് എവിടെയാണ്? അത് ആ മലയിലോ ഈ മലയിലോ മറ്റെവിടെയെങ്കിലും തോന്നുന്ന സ്ഥലത്തോ ഒന്നുമല്ല. അതർപ്പിക്കപ്പെടേണ്ടത് ദേവാലയത്തിൽ തന്നെയാണ്. ദേവാലയമല്ല, ദൈവാലയത്തിൽ തന്നെയാണ് വിശുദ്ധ ബലി അർപ്പിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. കെട്ടപ്പെട്ടവരല്ല. ഒരിടം മാത്രം തെരഞ്ഞു പിടിച്ച് നോക്കി അവിടെ മാത്രം പോയി നിന്ന് ആരാധിക്കുക. ദൈവ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ട്? പുതിയ നിയമപ്രകാരം ദൈവം എവിടെയാ വസിക്കുന്നത്? ദൈവ സാന്നിധ്യം സൃഷ്ടപ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് എവിടെയും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പറ്റും. എവിടെയും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഒരൊറ്റ കാര്യം, ഈ 3 തലങ്ങളിലൂടെ നമ്മൾ ആരാധനയ്ക്ക് മുമ്പ് കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഒന്ന്, അനുതാപമുള്ള ഹൃദയം. അതുകൊണ്ടാണ് യഥാർത്ഥ ബലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആരാധിക്കുമ്പോഴൊക്കെ നമ്മൾ കുമ്പസാരിച്ചൊരുങ്ങി കർത്താവിനെ ആരാധിക്കണമെന്ന് പറയുന്നത്. പാപങ്ങളേറ്റു പറഞ്ഞ് അനുതാപ ഹൃദയത്തോടെ കുമ്പസാരിച്ചൊരുങ്ങി കർത്താവിനെ ആരാധിക്കണം. പിന്നെയോ അങ്ങനെ അനുദപിച്ച് കുമ്പസാരിച്ച് ശരീരത്തെ ആത്മാവിനെയും ഹൃദയത്തെയൊക്കെ വിശുദ്ധീകരിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കണം. അങ്ങനെയുള്ള ആരാധന ആത്മാവിലും സത്യത്തിലും നിറഞ്ഞ ആരാധനയായി കർത്താവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇനി പറയാം, ആരാധനയുടെ ഒരു പുതിയ തലം ഞാൻ പറഞ്ഞു തരാം. ഒരു പുതിയ നിർവചനം ഞാൻ പറഞ്ഞു തരാം. ആരാധനയുടെ ഒരു പുതിയ നിർവചനം. ഈ അവസ്ഥയിലൂടെയാണ് നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ. ജസ്നെ ശ്രദ്ധിച്ചേ, ഈ ഒരു തലം ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ, കണ്ണു തുറന്ന് ശ്രദ്ധിച്ചേ. ഒരു പുതിയ തലം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ആരാധനയുടെ ഒരു പുതിയ തലം. നിങ്ങൾ ആരാധിക്കുന്നതിന് മുൻപ് ഈ ഒരു 3 അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നുപോയ വ്യക്തിയാണെങ്കിൽ, എന്ത്? അനുതാപം, വിശുദ്ധി, ആത്മാവിലും സത്യത്തിലും. ഈ 3 തലങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, നീ പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ ചോര നീരാക്കി നീ അധ്വാനിക്കുന്ന ഒരു കുടുംബനാഥനാണെങ്കിൽ, ഒരു കുടുംബനാഥയാണെങ്കിൽ, നിന്റെ ആ അധ്വാനത്തെ കർത്താവ് ഒരാരാധനയായി സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാൻ കാരണം, തിരുവചനത്തില് ദാനിയേലിന്റെ പുസ്തകം, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം, അതിന്റെ 17-ാം തിരുവചനം,
ദാനിയേൽ 3:17 മൂന്നാം അധ്യായത്തിൽ നമുക്കറിയാം. മൂന്നാം അധ്യായത്തിൽ നമുക്കറിയാം 3 ചെറുപ്പക്കാരെ കൈകാലുകൾ ബന്ധിച്ച് തീ ചൂളയിലേക്ക് വലിച്ചെറിയുകയാണ്. എന്തിനാണ് വലിച്ചെറിഞ്ഞത്? എന്തിനാ വലിച്ചെറിഞ്ഞത്? സത്യദൈവത്തെ ആരാധിച്ചതിന്റെ പേരിൽ ഇല്ലേ? വിഗ്രഹത്തെ ആരാധിക്കാത്തതിന്റെ പേരിൽ ദൈവത്തെ ആരാധിച്ചതിന്റെ പേരിൽ 3 ചെറുപ്പക്കാരെ ഇല്ലേ? ശദ്രാഖ്, അബേദ്നെഗോ, മിശാഖ് 3 ചെറുപ്പക്കാരെ കൈകാലുകൾ ബന്ധിച്ച് തീച്ചൂളിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് ആ തീച്ചൂളയിൽ കിടന്ന് ദൈവത്തെ വിളിച്ചത് ആ എറിയപ്പെട്ട അനുഭവം, അവസ്ഥ, അത് സ്വർഗം ഒരാരാധനയായി സ്വർഗം കണ്ടു. ഹല്ലേലൂയ. 3:17 ദാനിയേൽ 3:17 എന്താ അവര് പറഞ്ഞത്? കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. എങ്ങനെ? ആ ബലി, കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ആ ആരാധന സ്വർഗം സ്വീകരിച്ചോ? സ്വർഗം സ്വീകരിച്ചോ? സ്വർഗം സ്വീകരിച്ചു. എങ്ങനെ മനസ്സിലായി സ്വർഗം സ്വീകരിച്ചുവെന്ന്? 3 പേരാണ് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് തീച്ചൂളിലേക്ക് വലിച്ചെറിഞ്ഞതെങ്കിൽ രാജാവ് ഒരു കാഴ്ച കാണുന്നുണ്ട്. നബൂഖദ്നേസർ രാജാവ് ഒരു കാഴ്ച കാണുന്നുണ്ട്. 4മതൊരു വ്യക്തിയെ അവൻ ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. സ്വർഗം കണ്ടോ? സ്വർഗം മാനിച്ചോ? ആരാധനയെ സ്വർഗം മാനിച്ചു. തീജാലകളെ ഇതാ ആട്ടിയകറ്റി ഒരു AC റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെ ഒരു അനുഭവം അവർക്ക് ലഭിക്കുകയാണ്. സ്വർഗം ഇടപെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ, അനുതാപത്തോടെ അധ്വാനിക്കുന്ന ഒരപ്പൻ, ഒരമ്മ അവന്റെ അധ്വാനത്തെ ഒരു ബലിയായി, ആരാധനയായി സ്വർഗം മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നതുകൊണ്ട് ദൈവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകണ്ട എന്നർത്ഥം ഇല്ല. ആരാധനയുടെ ആരാധനയാണ് എന്ത്? നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ ബലി ആരാധനയുടെ ആരാധനയാണ്. അത് ഹൃദയത്തിലുള്ളവർക്ക്, ആ ബലി ഏറ്റെടുത്തവർക്ക്, ആ ബലിയുടെ അനന്തയോഗ്യതയാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക്, ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധീകരിച്ചെടുത്തവർക്ക്, ആ തിരുച്ചോരയാൽ കഴുകി വിശുദ്ധരാക്കപ്പെട്ടവർക്ക് മാത്രമേ അധ്വാനം ഒരു ബലിയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അവൻ ലാഭേച്ഛ എന്നോണം ബലിയായി അർപ്പിക്കും. അതുകൊണ്ടാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് പോലെയായിരിക്കണം നിന്റെ ഓരോ പ്രവൃത്തിയും, നിന്റെ ഓരോ വേലയും. അത് ചെയ്യുമ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ, ഒരു ബലിയർപ്പണം പോലെ, ഒരു ആരാധന പോലെ വിശുദ്ധിയോടെ നീ അത് ചെയ്യണം. മുറുമുറുപ്പോടെ ചെയ്യരുത്, ശപിച്ചുകൊണ്ട് ചെയ്യരുത്, അഹങ്കാരത്തോടെ ചെയ്യരുത്. അത് ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരമ്മയാണെങ്കിൽ പോലും അത് ഒരു ബലിയാക്കി മാറ്റാൻ പറ്റും, ഒരു ആരാധനയാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. കുടുംബത്തിനു വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരപ്പന്റെ ആ പ്രയത്നം ഒരു ബലിയാക്കി മാറ്റാൻ പറ്റും. അവൻ വിശുദ്ധിയിലായിരിക്കണം. ആ പണി ചെയ്തിട്ട് കിട്ടുന്നത് കൊണ്ടുപോയി പിശാചിന്റെ മൂത്രം കുടിക്കാൻ കൊടുത്തിട്ട് ആ മൂത്രവും കുടിച്ചിട്ട് വന്നാൽ അത് ബലിയാകത്തില്ല. ശരീരത്തെ അശുദ്ധിയിലേക്ക് തള്ളിവിട്ടിട്ട്, മനസ്സിനെയും ആത്മാവിനെയും അശുദ്ധിയിലേക്ക് തള്ളിവിട്ടിട്ട്, ഈ വചനം കേട്ടിട്ട് ഇനി ദേവാലയത്തിലേക്കൊന്നും പോകണ്ട, എന്റെ അധ്വാനം ഒരു ബലിയായി, ഒരു ആരാധനയായി കർത്താവ് മാറ്റിക്കോളും എന്ന് പറഞ്ഞ് പൊടിയും തട്ടി ആരും ഇരിക്കരുത്. കാരണം ഇത് യൂട്യൂബിലേക്ക് കയറാനുള്ളതാണ്, ഒത്തിരി പേര് കാണാനുള്ളതാണ്.
നീ വിശുദ്ധിയുടെ പാതയിലായിരിക്കണം, വിശ്വാസത്തിന്റെ പാതയിലായിരിക്കണം, നീ അനുതാപത്തിന്റെ വഴിയിലായിരിക്കണം. എന്നാൽ മാത്രമേ നിന്റെ അധ്വാനത്തെ ഒരു ബലിയായി, ആരാധനയായി കർത്താവ് മാനിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കണ്ടു CCCയിൽ നിന്ന് അതൊന്നുകൂടി വായിച്ച് നമുക്ക് ഈ ആരാധന ടോക്ക് നമുക്ക് അവസാനിപ്പിക്കാം. 2628 ഹണ്ണിക നമ്മൾ കണ്ടു. സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപിൽ താൻ ഒരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യന്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന. തുറന്നു പറയാണ്, നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മഹത്വത്തെയും തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും. തിന്മയിൽ നിന്ന് മോചനം നൽകുന്ന രക്ഷകൻ ആരാ? രക്ഷകന്റെ എന്താ പറഞ്ഞേ? രക്ഷകന്റെ സർവശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു, അത് പ്രകീർത്തിക്കുന്നു. മഹത്വത്തിന്റെ രാജാവിന്. ആരാ മഹത്വത്തിന്റെ രാജാവ്? മഹത്വത്തിന്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന. മഹത്വത്തിന്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ്. ആത്മാവിലും സത്യത്തിലും ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന. മഹാപ്രഭാവവാനായ ദൈവത്തിന്റെ മുന്നിലെ ആദര നിർഭരമായ മൗനം ത്രൈശുദ്ധനും ഏറ്റവും സ്നേഹമയനുമായ ദൈവത്തിന് നൽകുന്ന ആരാധന വിനയവുമായി ചേരുകയും, മറ്റൊരു വാക്ക് എളിമയുമായി ചേരുകയും, വിശുദ്ധിയുമായി ചേരുകയും, അനുതാപമായി ചേരുകയും, നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടണമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിന്റെ ആകെ, ഈ പറഞ്ഞ കാര്യങ്ങളുടെ ആകെ തുകയാണ് എന്ത്? ആരാധന, ആരാധന, ആരാധന. മക്കളെ, അതുകൊണ്ട് ഇതാ രക്ഷകന്റെ പിറവി തിരുനാൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയം നമുക്ക് യഥാർത്ഥ ആരാധനയിലേക്ക്, യഥാർത്ഥമായ ഒരു വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക്, യഥാർത്ഥമായ സത്യത്തിന്റെ പാതയിലേക്ക് നമുക്ക് തിരിയാം. ആ തിരിച്ചൽ അത് അവനെ ഉൾക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന, അവന്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു അനുഭവമാക്കി അവൻ നമ്മളെ മാറ്റും. അവനെ കണ്ടെത്താൻ, ദൈവീകത അനുഭവിക്കാൻ, ദൈവസ്നേഹം നുകരാൻ ആ നല്ലവനായ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തും ഇങ്ങനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ തേടുക, ദൈവത്തെ അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വിശുദ്ധിയോടെ നീ ആരാധിക്കുക, ആത്മാവിനും സത്യത്തിൽ നീ ആരാധിക്കുക, അനുതാപത്തോടെ നീ ആരാധിക്കുക. ഈ ദൈവത്തെ കണ്ടെത്താൻ ഈ ദൈവം തന്നെ ഇടവരുത്തും. ഹല്ലേലൂയ. ജെറമ്യ 29:12-13 തിരുവചനത്തില് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ജീവിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ കണ്ടെത്താൻ ദൈവം തന്നെ ഇടവരുത്തും. പൂർണ്ണ ഹൃദയം. ഈ പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഈ അന്വേഷിക്കലാണ് ഈ ആരാധനയുടെ കടന്നുപോയ 3 തലങ്ങൾ. ഇപ്പൊ നമ്മൾ ചിന്തിച്ച 3 തലങ്ങൾ, അവിടെ ഒരു പൂർണ്ണ ഹൃദയം രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. അങ്ങനെ ആരാധിക്കുക. ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ തൊഴിൽ മേഖലകളിലും ഒക്കെ അനുഭവമായി കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി,
യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ.